ഞാനിപ്പോൾ ഉള്ളത് പല്ലാവൂർ ഗ്രാമത്തിലാണ് കേട്ടോ. പല്ലാവൂർ ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു മലയാള സിനിമയുണ്ട്, പല്ലാവൂർ ദേവനാരായണൻ എന്ന ഫിലിം. പാലക്കാട് പോകുന്ന വഴിയാണ് ഈ മനോഹരമായ ഗ്രാമം ഉള്ളത്. നെൽകൃഷികളാൽ സമ്പന്നമായ ഗ്രാമം കൂടിയാണ് പല്ലാവൂർ ഗ്രാമം. അതുകൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. മലയാള സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് കാണാപ്പാടമാണ് ഇന്ന് പല്ലാവൂർ ഗ്രാമം. പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമയിലൂടെയും പല പ്രശസ്തമായ വാദ്യകലാമേളക്കാരുടെയും പ്രശസ്തമായ ഗ്രാമം ഇന്ന് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിനിമാ ലൊക്കേഷൻ കൂടിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് പല്ലാവൂരിലെ തൃപ്പല്ലൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. അധികം പ്രശസ്തമല്ലാത്ത എന്നാൽ പ്രശസ്തമാവേണ്ട ഒരു അമ്പലം കൂടിയാണ് പല്ലാവൂരിലെ ഈ തൃപ്പല്ലൂർ ശിവക്ഷേത്രം. പാലക്കാട്ടേക്കുള്ള യാത്രയിൽ പല്ലാവൂരിലെത്തിയപ്പോഴാണ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നെ ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം എന്നത് തോന്നി. മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു താരട്ട വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു ചെറിയൊരു വഴിയാണ്. പല്ലാവൂരിലെ പ്രശസ്തമായ മറ്റൊരു ക്ഷേത്രമാണ് പല്ലവർ വാമല ശ്രീമുരുക ടെമ്പിൾ ക്ഷേത്രം. മലയാള സിനിമയായ കുഞ്ഞിരാമായണം, ഹൃദയം എന്നീ സിനിമകളിലൂടെ പ്രശസ്തമാണ് വാമല ശ്രീമുരുക ടെമ്പിൾ. തൃപ്പല്ലൂർ ശിവക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടുകൾ തന്നെയാണ്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം. മറ്റ് ശിവക്ഷേത്രത്തിൽ കാണാത്ത തരത്തിലുള്ള ചുറ്റുമതിലുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ മതിൽക്കെട്ടുകൾക്ക് ഒരു ഐതിഹ്യമുണ്ട്. ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ പണ്ട് പണിത മതിൽക്കെട്ടുകളാണ് ഈ മതിലുകൾ എന്നൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും പണി തീരാതെ കിടക്കുന്നു. അങ്ങനെ ഞാനിതാ ഇപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വലത്തെ സൈഡിലായിട്ട് പുറത്ത് ഒരു കുളം കാണാം. ഇത് കൂടാതെ അമ്പലത്തിനകത്തും ഒരു തീർത്ഥക്കുളം കൂടെയുണ്ട്. അപ്പൊ നമുക്കിനി അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.